അങ്ങനെ ഒരു ദിവസം ആദർശ് ഞാനൊരു ഡയറി വായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ഓർക്കാണ് അതിന്റെ കുറെ ഭാഗങ്ങൾ വായിക്കാതെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ എന്താണ് നയനയുടെ മനസ്സിലെന്ന് മനസ്സിലാക്കായിരുന്നു എന്ന് ആദർശ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് തുറന്നിട്ട് വിവാഹശേഷമുള്ള ജീവിതത്തെ പറ്റിയുള്ള അവളുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കുകയാണ്. ആ സമയത്ത് അവള് സ്റ്റോർ റൂമിൽ കിടന്ന കാര്യവും ദേവേനുള്ള കുറെ വഴക്ക് പറഞ്ഞ കാര്യവും ആദർശ് വിട്ട് നിറക്കി വിട്ട കാര്യവും ആദർശിനോട് കൈകൂപ്പിയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞതും അവനെ സ്നേഹിക്കാനായിട്ടുള്ള പുറകെ നടന്ന കാര്യങ്ങളൊക്കെ അവളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കരഞ്ഞുകൊണ്ട് അവൾ എഴുതിയിരുന്ന പോലെയാണ് അവൾ ഓരോ സങ്കടങ്ങൾ എഴുതിയിരുന്നത്. എൻ്റെ അച്ഛന് സുഖമില്ല, ഞാൻ തിരികെ പോയാൽ എൻ്റെ അച്ഛനത് വിഷമാവും, വിഷമം അച്ഛന് എന്തെങ്കിലും സംഭവിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ മുത്തശ്ശന് ഇപ്പം സുഖമില്ലാത്ത അവസ്ഥയില്ല, ഞാൻ പോയപ്പോൾ തന്നെ അച്ഛൻ വീണു, ആ അവസ്ഥയിൽ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. ആദർശേട്ടനാണെങ്കിൽ എൻ്റെ മനസ്സിൽ തുള്ളി പോലും ഇഷ്ടമില്ല, ഇപ്പോഴും എന്നെ ഒരു വൈഫായിട്ട് കാണാൻ ആദർശേട്ടന് സാധിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിൽക്കുന്നത് തന്നെ ഒരുപാട് വിഷമിച്ചാണ്, എങ്കിലും നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നയന എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നയന എഴുതിയിരിക്കുകയാണ്, ആദർശേട്ടൻ്റെ മനസ്സിൽ എന്നോട് അങ്ങനെ വലിയ വെറുപ്പൊന്നുണ്ടെന്ന് തോന്നുന്നില്ല, നല്ല സ്നേഹമുള്ള മനസ്സാ, എല്ലാവരെയും സ്നേഹിക്കാനും അറിയാവുന്നൊരു മനസ്സാ, വളരെ നിഷ്കളങ്കനാ, വളരെ സത്യസന്ധനാ, ഈ കുടുംബത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാ. പക്ഷേ എന്നോട് മാത്രം എന്താ ഇങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. ഇനിയൊരു പക്ഷേ ഞാൻ അവകാശമില്ലാതെ ഈ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് നയനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആകെപ്പാടെ ഒരു ആശ്വാസമുള്ളത് ആ കല്യാണിയാ, എൻ്റെ കാര്യങ്ങൾ പോയി ഞാൻ ആ കല്യാണിയോടാ പറയാറ്, പിന്നെ എൻ്റെ അമ്മയോടും അനിയത്തോടും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയത്തോട് ഞാൻ ആദർശിൻ്റെ സ്നേഹില്ല എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. എന്തായാലും നയന ആ നന്ദുവിൻ്റെ അനിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ആ നയന പറയാണ്, വിവാഹശേഷം എൻ്റെ ഭർത്താവ് എന്നെ കൈവെള്ളയെ കൊണ്ടു നടക്കണം, എന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകണം, എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിത്തരണം, ഭർത്താവിൻ്റെ കൈമാട്ടിൽ എനിക്ക് കിടന്ന് ഉറങ്ങണം എന്നൊക്കെയാണ് നയന എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ തലോടൽ വേണം എനിക്ക് മയങ്ങാനായിട്ട്, എന്നെ മാത്രം സ്നേഹിക്കുന്ന ആളായിരിക്കണം എൻ്റെ ഭർത്താവ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരിക്കലും ഭാര്യ വിട്ടുകൊടുക്കാതെ എന്നെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അസുഖം വരുമ്പം എന്നെ അതുപോലെ കെയർ ചെയ്യണം, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഒരുപാട് പുകഴ്ത്തി എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളായിരിക്കണം എന്നൊക്കെ നയന എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്കിതെല്ലാം വിപരീതമായിട്ടുള്ള ഒരാളെയാണ് കിട്ടിയത്. എന്നെ കെയർ ചെയ്യുകയോ സ്നേഹിക്കുകയോ ഒന്നും ആദർശം ചെയ്യാറില്ല. എന്നെ എല്ലാവരും മുമ്പിൽ വെച്ച് വഴക്ക് പറയുകയും എല്ലാവരും മുമ്പിൽ വെച്ച് എന്നെ ഇറക്കി വിടുകയൊക്കെ ചെയ്ത ഒരാളാണ് എന്നെ കയ്യിൽ പിടിച്ച് വെളിയിൽ കൊണ്ട് എറിഞ്ഞു. വെറും ഒരു പട്ടിക്കുട്ടിയെ കൊണ്ട് എറിയുന്നത് പോലെ എനിക്ക് ആകെപ്പാടെ വിഷമമായി. അന്ന് ചങ്ക് പൊട്ടുന്ന വേദനയായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഒരു തവണ ബൗളിൽ എല്ലാവരും അവൻ്റെ ആഗ്രഹം എഴുതിയിട്ടിരുന്നപ്പോൾ എന്നോട് നൽകുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണെന്നും മുത്തശ്ശനെയും കാണിക്കാൻ വേണ്ടിയുള്ളതാണെന്നൊക്കെ എഴുതി വെച്ചിരുന്നു. അത് കണ്ട് ഞാൻ തകർന്നു പോയി. അന്ന് അമ്പലത്തിൽ തന്നെ രാത്രി മുഴുവൻ ഞാൻ കഴിച്ചു കൂട്ടി. എനിക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെപ്പാടെ സങ്കടത്തിലാവുന്നുണ്ട് ആദർശ്. അപ്പം നയനയുടെ മനസ്സിൽ ഇത്രത്തോളം സങ്കടം ഉണ്ടായിരുന്നല്ലേ, എല്ലാത്തിനും കാരണക്കാരൻ ഞാൻ എൻ്റെ സന്തോഷം മാത്രമേ നോക്കിയുള്ളൂ, എൻ്റെ സാക്രിഫിക്കേഷൻ മാത്രം, എൻ്റെ ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ, അവളുടെ ഒരു കാര്യങ്ങൾ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. അതെല്ലാം എൻ്റെ ഭാഗത്തും തെറ്റാ. അവൾ എന്നെ വിശ്വസിച്ചാണ് ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വന്നത്. എന്തൊക്കെ പറഞ്ഞാലും നവ്യ ചെയ്ത തെറ്റിന് അവളല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആദർശം ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കാണുന്ന സ്നേഹം അവളോട് സത്യമാണ്, എന്നിട്ട് പോലും അവളിപ്പോൾ വിശ്വസിക്കുന്നില്ലല്ലോ. അങ്ങനെ ലാസ്റ്റായിട്ട്, അതായത് റീസെൻ്റായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതിലും ആദർശിൻ്റെ ഇപ്പോൾ വലിയ സ്നേഹമൊക്കെയാണ്. പക്ഷെ അതൊക്കെ മുത്തശ്ശിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ തവണയും ഇതുപോലെ ആദർശേട്ടന് ഒരുപാട് പ്രാവശ്യം സ്നേഹം കാണിച്ചിരുന്നു. അന്നെല്ലാം തന്നെ ആദർശേട്ടനെ കാണിച്ചതൊക്കെ കള്ള സ്നേഹമായിരുന്നു. അതറിഞ്ഞാൽ ഒരുപാട് തവണ മനസ്സുടഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദർശേട്ടൻ കാണുന്ന സ്നേഹമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചാലല്ലേ എൻ്റെ മനസ്സുടയുള്ളൂ, വിശ്വസിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സുടയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ആദർശിൻ്റെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ. ശരിക്കും നയന തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവളുടെ വാക്കുകളിലൂടെ ആദർശിന് മനസ്സിലാവുന്നുണ്ട്. താനാണ് അവളുടെ സ്നേഹം മനസ്സിലാക്കാതെ ഇത്രയും കാലം അവളുടെ വെറുപ്പ് കാണിച്ച് നടന്നത്. വിവാഹത്തിന് മുമ്പേ എന്തോ ഒന്ന് രണ്ടും പറഞ്ഞ് വഴക്കുണ്ടായെന്നല്ലാതെ അവൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? വിവാഹ മണ്ഡപത്തിൽ വിവാഹം കഴിക്കാനായിട്ട് അവളുടെ ചേച്ചി ഇല്ലാഞ്ഞപ്പോൾ എല്ലാവരോടും നിർബന്ധിച്ചിട്ടല്ലേ ആ പാവം അതിനെ സമ്മതിച്ചത്. അങ്ങനെ അവളുടെ ഡ്രീമും എല്ലാം നഷ്ടപ്പെട്ടു. അവളുടെ സ്വപ്നങ്ങളെല്ലാമാണ് ഞാൻ അവർ താലിലൂടെ ഒതുക്കിയിട്ടത്. എന്നിട്ട് ഇവിടുത്തെ വെറും അടുക്കളക്കാരിയെ പോലെ എല്ലാവരും ട്രീറ്റ് ചെയ്യല്ലേ. എല്ലാവരും ഓരോ ദിവസം അവൾ എന്തൊക്കെ പറയുന്നുണ്ട്. ഒരടിമയെ പോലെ, ഒരു വീട്ടുവേല ജോലിക്കാരിയെ പോലെ അവളോട് കിടന്ന് എല്ലാ ജോലികളും ചെയ്യാണ്. ആർക്കും അവളുടെ ഒരു മനസ്സാക്ഷിയില്ല. ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും മനസ്സാക്ഷിക്ക് പെരുമാറേണ്ടതും ഞാനായിരുന്നു. ഞാൻ പോലും അതൊന്നും അവളോട് ചെയ്യാറില്ല, പാവം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഓർക്കുന്നുണ്ട്. ഇനി എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവളെ നോവിക്കില്ല എന്ന് ആദർശ് ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് മനസ്സിൽ ഓർക്കാണ്, അവൾക്കൊരു സാധനം വാങ്ങി കൊടുക്കാനോ അവളിന്ന് പുറത്തു കൊണ്ടുപോകാനോ അവളിന്ന് സ്നേഹിക്കാനോ എൻ്റെ അമ്മ സമ്മതിക്കില്ല. മുത്തശ്ശൻ്റെ ആഗ്രഹമായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ. എന്നാൽ ആ ആഗ്രഹം പോലും എനിക്ക് സാധിക്കില്ല. എൻ്റെ അമ്മ അറിഞ്ഞാൽ അതും വലിയൊരു വിഷയം ഉണ്ടാക്കും എന്നൊക്കെ ആലോചിക്കുകയാണ്.
പക്ഷേങ്കിൽ അമ്മേനെ വെട്ടിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് നയനെ പുറത്തു കൊണ്ടുപോയി സ്നേഹിക്കുകയൊക്കെ ചെയ്യണം. അവൾക്ക് അവൾ ആഗ്രഹിച്ചൊരു ജീവിതവും സ്നേഹമൊക്കെ എനിക്ക് കൊടുക്കണമെന്നൊക്കെ ആദർശം ആലോചിക്കുന്നുണ്ട്. ഞാനൊന്ന് സുഖമില്ലായിരുന്ന സമയത്ത് നയന എന്തുമാത്രം എന്നെ നോക്കിയത്, അവൾ എന്തുമാത്രം സ്നേഹം എന്നോട് കാണിച്ചത്, അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ഈശ്വര, ഞാൻ എന്തുമാത്രം പാവം അവളോട് ചെയ്യുന്നൊക്കെ ആദർശ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ആ ഡയറി എടുത്ത് അടച്ച് ഇരുന്നിടത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് ഓർക്കാണ് ഇന്ന് രാത്രി അവൾ വരുമ്പോഴേക്കും അവളോട് കുറേ കാര്യം തുറന്ന് സംസാരിക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. നയന രാത്രി കുടിക്കാനുള്ള വെള്ളവുമായിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് കട്ടിലിൽ ഇരിക്കായിരിക്കും കേട്ടോ. എന്താ ആദർശേട്ടാ കിടന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല കിടന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തു പറ്റി, ഉറക്കം വരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഉറക്കമൊക്കെ വരുന്നുണ്ട്, എനിക്ക് ഇതിനോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ്. എന്താ ആദർശേട്ടാ ചോദിക്കുമ്പോൾ അല്ല ഞാനിപ്പോൾ നിന്നോട് കാട്ടുന്ന സ്നേഹത്തിൽ നിനക്ക് സംശയം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതെന്താ ആദർശേട്ടൻ അങ്ങനെയൊക്കെ ചോദിച്ചെന്ന് ചോദിക്കാണ്. അല്ല പണ്ടൊരു തവണ ഞാൻ നിന്നെ സ്നേഹിച്ചതൊക്കെ മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ, അതുപോലെ ഇപ്പം ഞാൻ കാണിക്കുന്ന സ്നേഹം നിനക്ക് അതും കള്ളത്തിലാണെന്ന് തോന്നുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് ആദർശേട്ടാ ആദ്യമൊക്കെ ആദർശേട്ടൻ അഭിനയിക്കായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പൊ ആദർശൻ കാണുന്ന സ്നേഹവും അഭിനയമാണെന്ന് എനിക്ക് പലതവണ തോന്നാറുണ്ട് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടെന്ന് പറയുമ്പോഴേക്കും നയന ഇതുവരെ ഞാൻ കാണിച്ച സ്നേഹമൊക്കെ കള്ളത്തരമായിരിക്കും, പക്ഷെ ഇപ്പൊ എൻ്റെ മനസ്സിൽ നിന്ന് സ്നേഹം അത് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്, നിന്നോടുള്ള ആത്മാർത്ഥമായ സ്നേഹം തന്നെയാ, അല്ലാതെ അതിൽ കള്ളത്തരമൊന്നുമില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. നയന പറയാണ് ആദർശം വിഷമിക്കാനല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, ഞാൻ അതുകൊണ്ട് പറഞ്ഞാണെന്ന് പറയാണ്. എന്തായാലും സാരമില്ല, നീ എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് നിന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, എൻ്റെ പ്രവൃത്തി അങ്ങനെ ആയിരുന്നല്ലോ, പണ്ട് നിന്നെ സ്നേഹിക്കുന്നവരെ ഒരുപാട് വഞ്ചിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അന്ന് നീ മനസ്സുടഞ്ഞ് ഇവിടെ നിന്ന് രാത്രി ഇറങ്ങിപ്പോയതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു അവസ്ഥ നീ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടല്ലേ നീ ഇപ്പം എന്നെ വിട്ടു നിൽക്കുന്നേ എന്നൊക്കെ പറയാണ്. ഇല്ല ആദർശേട്ടാ, ആദർശേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ആദർശേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതമാണെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട് നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മൂടി മറച്ചും വെച്ചിട്ടാ നീ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത് എനിക്കറിയാം. പലരും നിന്നെ ഒരുപാട് കുത്തുവാക്കുകൾ പറയാറുണ്ട്, എന്തിന് ഈ ഞാനും എൻ്റെ അമ്മയും പോലും ഓരോ ദിവസം നിന്നെ കുറേ വഴക്കുകളൊക്കെ പറയാറുണ്ട്, അതെല്ലാം കേട്ട് സഹിച്ചും നീ ഇവിടെ എനിക്ക് വേണ്ടി നിൽക്കുന്ന എനിക്കറിയാം, നിനക്ക് എന്നെ വളരെ ഇഷ്ടമാണെന്ന് അറിയാം, ഇവിടെ നീ പോയി കഴിഞ്ഞാൽ ഒരിക്കലും മറ്റൊരു വിവാഹം കഴിക്കത്തില്ലെന്നും എന്നെ നീ മറക്കില്ലെന്നും എനിക്കറിയാം, അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല നയന എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് നയനയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പൊ നയന ചോദിക്കുകയാണ് ഈ സ്നേഹം എനിക്ക് വിശ്വസിക്കാമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറയാണ്. അങ്ങനെ നയനയും ആദർശും അടുത്തേക്ക് വരുന്നുണ്ട്. നയനയുടെ കൈകൾ പിടിച്ചിട്ട് ആദർശ് തൻ്റെ കൈകളിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഒരിക്കലും നീ എന്നെ വിട്ടിട്ട് പോകരുത്, അതാണ് എൻ്റെ ആഗ്രഹം, ഒരിക്കലും നിന്നെ ഇട്ടിട്ട് ഞാൻ പോവില്ല എന്നൊക്കെ പറയാണ്. മുത്തശ്ശനും ഇല്ലാതായി കഴിഞ്ഞാലും ഈ വീട്ടിലെ അടുത്ത മുത്തശ്ശി നമ്മളായിരിക്കും, അവരെ പോലെ സ്നേഹിച്ചും പരസ്പരം ബഹുമാനിച്ചും സന്തോഷമായിട്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീട്ടിൽ ജീവിക്കണം എന്നൊക്കെ ആദർശ് നയനോട് പറയുന്നുണ്ട്.